ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ അനുഭവങ്ങളിലൂടെയൊക്കെ കർത്താവിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുവാനുള്ള കൃപയായി ഞങ്ങളെ വിവേചിക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ പോകുന്നവർ, സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പോകുന്നത്, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നത്, ആരോഗ്യ പരിപാലനത്തിനായി പോകുന്നത്, ആശുപത്രി പോകുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ജീവിത ഉദ്യമങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ നീ ആശ്രയിക്കുന്നു. ശനിയാഴ്ചയുമായിട്ട് പെരക്ക് സ്ഥാനം കാണുന്ന ദിവസങ്ങളുണ്ട്, സ്ഥാനം കാണുന്നവരുണ്ട്, പെരപണി തുടങ്ങുന്നവരുണ്ട്, അടുക്കളപ്പണി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നവരുണ്ട്. അങ്ങനെ പല പുതിയ ഉദ്യമങ്ങൾ തുടങ്ങുന്നത് ആൾക്കാർ ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ ഉദ്യമങ്ങളെയും, കടകമ്പോളങ്ങൾ നടത്തുന്നവരുണ്ട്, പുതുതായിട്ട് കട ആരംഭിക്കുന്നവരുണ്ട്, പുതുതായിട്ട് തൊഴിലിടുന്നവരുണ്ട്. കർത്താവെ, പലതരത്തിൽ ഈശോയെ കാവൽക്കാരും മീൻ വളർത്തുന്നവരും മീൻ പിടിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവരുടെ ഉദ്യമങ്ങളെല്ലാം നീ ആശീർവദിക്കണ കർത്താവ്. ചാലുകളിൽ മീൻ ചത്തുപോകുന്നതായിട്ട് പരാതി പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ മക്കളെയും അതുകൊണ്ട് എന്തുകൊണ്ടാണോ ഞങ്ങൾ ജീവിക്കുന്നത് ആ ജീവിത മേഖലകൾ നീ ഇപ്പോൾ ആശീർവദിക്കണം. അതിൻ്റെ ദോഷ തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ.